ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീട്ടിലേസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു മത്തിക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്, മുളകിട്ട മത്തിക്കറി. അതിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കാണിക്കട്ടെ. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഫിഷ് മസാലയും പെരുംജീരകപ്പൊടിയും ചേർത്തിട്ട് പുളിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ടൊമാറ്റോ അരച്ചത്, ഇത്തിരി പുളി, ടൊമാറ്റോ കുറച്ച് അരിഞ്ഞത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മത്തിക്കുട്ടൻ. ഇത്രയും റെഡിയാക്കിയിട്ടിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായിട്ട് ഇത്തിരി ഉലുവ ഇട്ടിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഓരോന്നായിട്ട് ഇട്ട് വഴറ്റാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് കേട്ടോ, എല്ലാം കൂടെ ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് എല്ലാവരും പറയും നല്ല വഴണ്ട ശേഷം തക്കാളി. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം ഒരുമിച്ചിടും. എന്നിട്ട് അതിന് ശേഷം നന്നായി വഴറ്റും. നന്നായിട്ട് മിക്സായി നന്നായി വഴറ്റിയ ശേഷം ബാക്കി പൊടികൾ ഞാൻ ചേർക്കാറുള്ളൂ. അതിനാണ് ഞാൻ ആ പൊടി ആദ്യം തന്നെ നമ്മൾ ചിലർ വെള്ളത്തിൽ, ചിലർ എണ്ണയിൽ, ഞാൻ പുളി വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിൽ മിക്സ് ചെയ്ത് വച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ആ പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ സൂപ്പറാട്ടോ. കറി പൊടി ചേർത്ത് വഴറ്റണേക്കാട്ടിലും നമ്മൾ കറി ഇത് വെള്ളത്തിലോ ഇതിലോ ചാലിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാം നന്നായി വഴറ്റുന്നുണ്ട്. തക്കാളി 2 തക്കാളി ഞാൻ എടുത്തു. അതിലൊരു 1.5 തക്കാളി ഞാൻ ജ്യൂസാക്കി അരച്ചിട്ടുണ്ട്. അര തക്കാളി ഞാൻ പീസാക്കിയിട്ട് ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കാം. അതിനുശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ പുളിയിൽ, അത് ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. മിക്സായിട്ട് അതിലേക്ക് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് മത്തി ചേർക്കണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാട്ടോ പൊടികൾ ചേർക്കേണ്ടത്. ഞാൻ ചേർത്തിരിക്കുന്നത് 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല, 1 സ്പൂൺ ഫിഷ് മസാല, പിന്നെ 1/2 സ്പൂണ് പെരുംജീരകം പൊടിച്ചത്. അപ്പം നമ്മുടെ മത്തിച്ചേട്ടനെ കറിയിലിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി വന്നിട്ടുണ്ട് കറി. അതിലേക്ക് മത്തിച്ചേട്ടനെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ പിന്നെ സാധാരണയല്ലേ, എല്ലാവരും ചേർക്കുന്നതല്ലേ. അപ്പോൾ മത്തി ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായി തിളയ്ക്കണം. മത്തി ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കരുത് എന്നാണ് പറയുക, ചട്ടി ചുഴറ്റണമെന്ന്. പക്ഷെ ഞാൻ ചട്ടി ചുഴറ്റി കഴിഞ്ഞാൽ മത്തി എൻ്റെ പോക്കറ്റിലിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവാറില്ല എന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി തിളച്ച് കുറുകാൻ വേണ്ടി അടച്ചു വെച്ചു. മത്തിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലേ, പക്ഷെ കാണാൻ ലുക്കില്ലേ. നിങ്ങൾ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, നല്ല മണവും നല്ല രുചിയാണ്, അടിപൊളിയാണ്. ഇനി ഞാൻ ചുഴറ്റുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ചട്ടിയൊക്കെ ചുഴറ്റിയ മത്തി മീനും കറികളൊക്കെ എൻ്റെ പോക്കറ്റിലിരിക്കുന്നു. എന്നാലും സക്സസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, വാവ് സൂപ്പറാട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് അതിലൊരു കറിവേപ്പിലൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. സുന്ദരമായ എൻ്റെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അഭിപ്രായം അറിയിക്കണം. വീട്ടിലേസ് ഫാമിലിയുടെ എല്ലാ വീഡിയോസും കാണണം, അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ബായ്, താങ്ക് യു.